ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭ്യമായിരിക്കുന്നു. ഇത്തവണ പെരുന്നാളിന് 3 ദിവസം അവധി ലഭിക്കുമോ? വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പെരുന്നാളുകൾക്ക് 3 ദിവസത്തെ അവധി ലഭിക്കുമോ? നിലവിൽ പെരുന്നാളുകളുടെ അവധി അതാത് കലണ്ടർ വർഷം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളുടെ പ്രധാന ആഘോഷങ്ങളായ 2 പെരുന്നാളുകൾക്ക് 3 ദിവസം വീതം അവധി അനുവദിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയരുന്നതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശതാബ്ദി സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച പ്രമേയം അംഗീകരിക്കുകയുണ്ടായി. ഇപ്പോൾ 1 ദിവസമാണ് അവധി അനുവദിക്കുന്നത്. മാസപ്പിറവി ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെരുന്നാൾ നിശ്ചയിക്കുന്നത് എന്നതിനാൽ ഈ ദിവസം നേരത്തെ തീരുമാനിക്കാൻ സാധിക്കില്ല. കലണ്ടറിൽ നേരത്തെ രേഖപ്പെടുത്തിയ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായ ദിവസം ആകുമ്പോൾ അവധിയിൽ മാറ്റം വരുത്തുകയോ 1 ദിവസം കൂടി അനുവദിക്കുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. 3 ദിവസത്തെ അവധി പരിഗണിക്കുമെന്ന് സമസ്ത നേതാക്കളെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ഈദുൽ ഫിത്തർ അവധി ദിനം സർക്കാർ കലണ്ടർ പ്രകാരം 20/3/2026 തീയതിയിലും 2025-26 വർഷത്തെ വിദ്യാഭ്യാസ വകുപ്പ് അക്കാദമിക് കലണ്ടർ പ്രകാരം 21/3/2026 തീയതിയിലും ആണ് നൽകിയിരിക്കുന്നത്. പൊതു അവധികൾ സംബന്ധിച്ച് വിദ്യാഭ്യാസ കലണ്ടറിലെയും സർക്കാർ കലണ്ടറിലെയും തീയതികൾ തമ്മിൽ വ്യത്യാസമുള്ള പക്ഷം സർക്കാർ കലണ്ടറിലെ അവധി ദിനമാണ് ബാധകമാവുന്നത്. അതായത് ഈദുൽ ഫിത്തറിന്റെ അവധി ദിവസം നാളെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.